RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് എം.ആർ. അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി 1 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ്. ഇപ്പം ജാവ്ദേക്കർ EP ജയരാജനെ പോയി കണ്ടപ്പോൾ EP ജയരാജൻ്റെ സ്ഥാനം തെറിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കേണ്ടത്? എന്തുകൊണ്ടത് തെറിക്കുന്നില്ല? ADGPയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJPയുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ രഹസ്യധാരണയാണ്. ഈ രഹസ്യധാരണയുള്ളത് കൊണ്ടാണ് BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്. ഞാൻ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു, ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ. പൂരം അലങ്കോലപ്പെടുത്താൻ കേരളത്തിൻ്റെ അഭിമാനമാണ് തൃശ്ശൂർ പൂരം. ആ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു തിരക്കഥയുണ്ടാക്കി അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യക്തമായില്ലേ? പോലീസ് കൂട്ടുനിന്നില്ലേ? അപ്പോൾ ADGPയുടെ RSS നേതാവുമായിട്ടുള്ള സന്ദർശനമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ ഒരു ചുക്കും ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയോട് ഒരു പരാതി കൊടുത്താൽ അത് P ശശിയുടെ കയ്യിലേക്ക് പോകും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സംസ്ഥാനത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്ത് വരാനുണ്ട്. അതിനി വരും ദിവസങ്ങൾ പുറത്ത് വരികയും ചെയ്യും.